ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഹൈ കോമ്പറ്റീവ് സ്ട്രെസ്ഫുൾ കാലഘട്ടത്തിൽ വ്യായാമമില്ലായ്മയും തെറ്റായ ആഹാര രീതിയും അധിക സമ്മർദ്ദവും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ അധിക സമ്മർദ്ദവും ആഹാര രീതിയും കുട്ടികളുടെ ഓർമ്മശക്തി അഥവാ മെമ്മറി പവറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സ്ട്രെസ് എന്ന് മനസ്സിലാക്കാം. ഒരു ഫിസിക്കൽ ഓർ മെന്റൽ ചലഞ്ച് നമ്മൾ നേരിടേണ്ട സാഹചര്യങ്ങളിൽ നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് കോർട്ടിക്കോ ട്രോപ്പിക് റിലീസിംഗ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. അത് തൊട്ട് താഴെയുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ റിലീസ് ചെയ്യിപ്പിക്കുന്നു. അത് നേരെ പോയി നമ്മുടെ കിഡ്നിക്ക് മുകളിലുള്ള അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നും സ്ട്രെസ് ഹോർമോണിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നു. സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുമ്പോൾ കോർട്ടിസോൾ, എപ്പിനെർഫിൻ, നോറെപ്പിനെർഫിൻ പോലുള്ള ഹോർമോണുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, രക്തോട്ടം കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, ബോഡി ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നു. അതിന്റെ ഫലമായിട്ട് ധാരാളം ഫ്രീ ഫാറ്റി ആസിഡ്സും ഗ്ലൂക്കോസും വിഘടിച്ച് നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ ഹൈ മെറ്റബോളിക് ആക്ടിവിറ്റി ഈ സ്ട്രെസ് സിറ്റുവേഷൻ സമയത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ഫ്രീ റാഡിക്കൽസ് ഈ സ്ട്രെസ് സമയത്ത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫ്രീ റാഡിക്കൽസ്, എന്താണ് ഫ്രീ റാഡിക്കൽസ്? നിങ്ങൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇതൊരു അൺപെയർഡ് ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. അതായത് സ്റ്റേബിളായി ഇതിന് നിലനിൽക്കാൻ കഴിയില്ല. ഇത് ഓരോ സെല്ലുകളിൽ പോയി അവിടുത്തെ ഇലക്ട്രോണുകളെ മോഷ്ടിച്ച് അത് സ്വയം സ്റ്റേബിൾ ആകാൻ ശ്രമിക്കുന്നു. അങ്ങനെ സെല്ലുകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ സെല്ലിന്റെ സൈഡ് വാൾ മെംബ്രേനെ ഡാമേജ് സംഭവിക്കാം. സെല്ലുകൾക്കകത്ത് ലിപ്പിഡ്, പ്രോട്ടീൻ, അതിനകത്തുള്ള DNA സ്ട്രക്ചർ, ജീനുകൾ എല്ലാത്തിനും കേടുപാടുകൾ വരുത്തുന്നു. അതുമാത്രമല്ല, ഇത് മറ്റു സെല്ലുകൾക്കകത്ത് പോയിട്ട് അവിടുത്തെ ഇലക്ട്രോണുകളെ കേടുവരുത്തി അതിനെയും ഫ്രീ റാഡിക്കൽസ് ആക്കി മാറ്റുന്നു. അങ്ങനെ അപ്പോൾ ഒത്തിരി ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സെല്ലുകളിൽ ഫോം ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ സെല്ലിനകത്ത് ഒരു 20,000 മുതൽ 25,000 വരെ ജീനുണ്ട്. അതിൽ സെൽ വിഘടനവും ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു 6-10 ജീൻ കേടായി കഴിഞ്ഞാൽ അത് ക്യാൻസർ സെല്ലായി മാറും. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിന്റെ അറ്റാക്ക് ഒത്തിരി മാരക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആന്റി ഓക്സിഡന്റ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ്, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ A, C, E ഇവയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോഡി നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൂപ്പർ ഓക്സൈഡ്, ഡിസ്മ്യൂട്ടേസ്, കാറ്റലേസ് ഇവയൊക്കെ തന്നെ ഈ ഫ്രീ റാഡിക്കൽസിനെതിരെ ശക്തമായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ നല്ല ഫിസിക്കലി ആക്റ്റീവ് ആണ്, ആഹാരമൊക്കെ കൺട്രോൾ ആയിട്ട് കഴിക്കുന്ന വ്യക്തിയാണ്, ഹെൽത്തി ആണെങ്കിൽ നിങ്ങളുടെ ആന്റി ഓക്സിഡന്റ് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരിക്കും. ഇനി രണ്ടാമതൊരു കേസ് പറയുകയാണെങ്കിൽ, ഈ സ്ട്രെസ് ഹോർമോൺ ധാരാളമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ ഹോർമോൺ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അതായത് ഹോർമോണുകൾക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ രക്തത്തിനകത്ത് ഭയങ്കരമായിട്ട് ഷുഗർ കൂടുന്നു, അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ സ്ട്രെസ് ഹോർമോൺ കൂടുതലാണെങ്കിൽ ഈ ഇൻസുലിൻ എന്തില്ല, വേണ്ട വിധത്തിൽ പ്രവർത്തിക്കില്ല. അങ്ങനെയാണ് ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻസുലിന് മറ്റൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ കൊഴുപ്പായിട്ട് കൺവെർട്ട് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിക്കകത്തുള്ള അധികമായിട്ടുള്ള ഷുഗറുകളെ എന്ത് ചെയ്യുന്നു, ഈ ഇൻസുലിൻ എന്ത് ചെയ്യുന്നു, കൊഴുപ്പായിട്ട് ശേഖരിക്കുന്നു. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ സമയത്ത് അഥവാ സ്ട്രെസ് സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫാറ്റ് സെല്ലുകൾ കാണപ്പെടുന്നത് നമ്മുടെ വയറിന് ചുറ്റുമാണ്, അബ്ഡമിന് ചുറ്റുമാണ്. അതുകൊണ്ടാണ് സ്ട്രെസ് സമയത്ത് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് നമ്മുടെ വയറിന് സൈഡിൽ അടിയാൻ കാരണം അവിടുത്തെ സെല്ലുകൾ എന്ത് ചെയ്യുന്നു, ഈ ഫാറ്റുകൾ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അവിടെ സ്വീകരിക്കപ്പെടുന്നു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പം കുട്ടികളൊക്കെ നമ്മൾക്ക് എന്തൊരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് കേക്ക്, ബർഗർ, സാൻഡ്വിച്ച്, ഫുള്ള് ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ്സ് പോലുള്ള ഒരു ശീലങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ധാരാളം ഫാറ്റ് നമ്മളെ ബോഡിൽ അടിയാൻ കാരണമാകും. ഈ ഫാറ്റിൽ നിന്നൊക്കെ 2 തരം കെമിക്കൽസ് റിലീസ് ചെയ്യപ്പെടും. ആന്റി ഇൻഫ്ലമേറ്ററി, പ്രോ ഇൻഫ്ലമേറ്ററി. നിങ്ങൾ ഒത്തിരി ഹെൽത്തി ആണെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആയിരിക്കും കൂടുതൽ. നിങ്ങൾ ഒത്തിരി ഒബീസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിൽ ഒത്തിരി കൊളസ്ട്രോൾ ഒക്കെ കൂടിയ വ്യക്തി അല്ലെങ്കിൽ ഷുഗർ കൂടിയ വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിൽ പ്രോ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് അല്ലെങ്കിൽ കൂടുതൽ കാണപ്പെടുക. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിലെ എവിടെയെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനുകൾക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഇമ്മ്യൂണിറ്റി സെല്ലുകളെ ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ട് പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഈ പറഞ്ഞ ഈ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ആയിട്ടുള്ള സൈറ്റോകൈനസിന്റെ ഫംഗ്ഷൻ. പക്ഷെ നിങ്ങളുടെ ബോഡിയിൽ ധാരാളം ഷുഗറും കൊളസ്ട്രോളൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ പ്രോ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് ഇമ്മ്യൂണിറ്റി സെല്ലുകൾ ആ ഭാഗങ്ങൾക്കുള്ളിൽ പ്രവേശിച്ച് ഡാമേജുകൾ പരിഹരിച്ചിട്ടും അവിടെ നിന്ന് പോകാതെ വീണ്ടും എന്ത് ചെയ്യുന്നു, പണിതുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ റാഡിക്കൽസിനെ പോലെ ആ സെല്ലുകൾക്കകത്ത് നിന്നു ഡാമേജ് സംഭവിച്ച് അത് ഇൻഫ്ലമേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറപ്പെടുന്നു. ഇതും നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ പോലുള്ള മാരകമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ്, ഈ പറഞ്ഞ പ്രോ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ്, സ്ട്രെസ് ഹോർമോൺ, ഇത് എങ്ങനെയാണ് കുട്ടികളുടെ ഓർമ്മശക്തിയെ ബാധിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റീസെൻ്റ്ലി നമ്മുടെ കേരളത്തിലെ 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 1.4% കുട്ടികളും ഓട്ടിസം ബാധിച്ച കുട്ടികളെന്നാണ് ലാറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത്.
ഈ പറഞ്ഞ 3 കാര്യങ്ങളും കുഞ്ഞ് അമ്മയുടെ ഗർഭാശയത്തിൽ പ്ലസന്റയ്ക്കകത്ത് ഒരു ഫ്ലൂയിഡ് ലെയറിനകത്ത് കിടക്കുന്നു. പക്ഷെ ഈ വസ്തുക്കൾ ആ പ്ലസന്റ ക്രോസ് ചെയ്ത് കുഞ്ഞിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഹൈ സെൻസിറ്റീവ് ഏരിയ ആണ്. ഇതിനൊക്കെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഏരിയ ആണ്. അതിനുള്ളിൽ പ്രവേശിച്ച് ആ ന്യൂറോൺ നെറ്റ്വർക്കുകളെ ഡാമേജ് ചെയ്ത് ന്യൂറോണിന്റെ സെൻറ്ററിലുള്ള സിനാപ്സ്, ന്യൂറോണിന്റെ സൈഡിലുള്ള മൈലിൻ ഷീത്ത്, അതിനകത്തുള്ള ബ്രെയിനകത്തുള്ള പല ഭാഗങ്ങളെയും അറ്റാക്ക് ചെയ്ത് കുഞ്ഞിന്റെ നെറ്റ്വർക്ക് സിസ്റ്റത്തെ ധാരാളമായിട്ട് അറ്റാക്ക് ചെയ്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതും ഈ കാലത്ത് ഓട്ടിസം ഉണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഗർഭിണിയായിട്ടുള്ള അമ്മ ഹൈ സ്ട്രെസ് ആണെങ്കിൽ, ഹൈ ഡയബറ്റിക്സ് ആണെങ്കിൽ, ഈ പറഞ്ഞ ഹൈ ഒബീസ് ആണെങ്കിൽ കുഞ്ഞിനും കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നല്ലൊരു ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനും കുഞ്ഞിന്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് മെമ്മറി പവറുമായി ബന്ധപ്പെട്ട് നോക്കാം. ഈ ഓർമ്മശക്തി എന്ന് പറയുന്നത്, അഥവാ മെമ്മറി പവർ എന്ന് പറയുന്നത് 40 to 60% ഹെറിഡിറ്റി അഥവാ പാരമ്പര്യമാണ്. ബാക്കി ഒരു 30 to 40% എന്ന് പറയുന്നത് നർച്ചറിങ്, നമ്മൾ കുട്ടികളെ എങ്ങനെ നോക്കുന്നു, എങ്ങനെ വളർത്തുന്നു, ഏത് രീതിയിൽ പഠിപ്പിക്കുന്നു, എന്തുമാത്രം ആഹാരം കൊടുക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില സമയങ്ങളിൽ നമ്മൾ ഒരു കാര്യം കേട്ടാൽ മതി, പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. ചില സമയങ്ങളിൽ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാൽ നമുക്ക് ഓർമ്മ വരത്തില്ല. എന്താണ് അതിന് കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ ഫ്രീ മൈൻഡായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് സ്ട്രെസ് ഒന്നും ഇല്ലാത്ത, ഫ്രീ റാഡിക്കൽസ് ഒന്നും ഇല്ലാത്ത, ഈ ഇൻഫ്ലമേറ്ററി സെല്ലുകൾ അറ്റാക്ക് ചെയ്യാത്ത, വളരെ സ്ട്രെസ്ഫുൾ ഇല്ലാത്ത ഒരു വളരെ കൂൾ മൈൻഡ് സിറ്റുവേഷൻസിൽ നമ്മൾ തലച്ചോറിൽ നിന്ന് ധാരാളം ഹാപ്പി ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, അസറ്റൈൽ കോളൈൻ എന്ന് പറയുന്ന ഈ കെമിക്കൽ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ പ്ലസന്റ് അറ്റൻഷൻ, നമുക്ക് വളരെ കാം ആയിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സെറട്ടോണിൻ റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത് മെന്റൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടുന്നു. ദേഷ്യം, സങ്കടം, വിഷമം, അതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മനസ്സ് സന്തോഷിപ്പിക്കുന്നു. അതേപോലെ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോൾ വളരെയധികമായിട്ട് ട്രസ്റ്റ്, വിശ്വാസവും ഒരു റാപ്പോർട്ടൊക്കെ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ധാരാളമായിട്ടൊരു മോട്ടിവേഷൻ, ഒരു റിവാർഡ് ഹോർമോണാണ്. അതായത് നമുക്ക് ഒരു കാര്യം പഠിക്കുമ്പോൾ തന്നെ ഹൈ മോട്ടിലാണ്, വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ തോന്നും. അപ്പോൾ ഒരു ടെംപ്റ്റേഷൻ ഒക്കെ തോന്നും. അപ്പോൾ ഇതൊക്കെ ഈ ഹാപ്പി ഹോർമോണൊക്കെ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ തലച്ചോറിനകത്തുള്ള ന്യൂറോണുകൾ ഹൈ സെൻസിറ്റീവ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും. ഈ സമയത്ത് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഇത് ന്യൂറോണുകൾക്കുള്ളിൽ പ്രവേശനം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടുന്ന തലച്ചോറിനകത്തുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഹെമിസ്ഫിയറായി ഒരു പെയറായിട്ട് കാണപ്പെടുന്നതാണ്. ഏകദേശം 40 മുതൽ 50 മില്യൺ ന്യൂറോണുകളാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗമാണ്. അത്രമാത്രം ന്യൂറോൺ കൊണ്ട് വയർ ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഹിപ്പോ ക്യാമ്പസിലാണ് ഈ ഷോർട്ട് ടൈം മെമ്മറി നീക്കപ്പെടുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അധികം മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഉറങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പി മൈൻഡോടുകൂടി കിടക്കുന്ന സമയത്ത് വീണ്ടും ഈ ഹാപ്പി ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടുകയും സ്ട്രെസ് ഹോർമോണുകൾ താഴുകയും എന്ത് ചെയ്യുന്നു, നമ്മൾ ഷോർട്ട് ടൈം മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ട ഈ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഹിപ്പോ ക്യാമ്പസ് പെർമനന്റ് മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടുന്ന നമ്മുടെ സെർബൽ കോർട്ടക്സ് ആയിട്ടുള്ള ഫ്രണ്ടൽ, പെറൈറ്റൽ, ഓസിപിറ്റൽ, ടെമ്പറൽ തുടങ്ങിയ അറകളുണ്ട്. ആ അറയ്ക്കകത്ത് എന്ത് ചെയ്യുന്നു, ഇത് പോയി നിന്ന് വിവരങ്ങളിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓഡിറ്റ്, നമ്മൾ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ടെമ്പറൽ ലോബിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. നമ്മൾ കണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓസിപിറ്റൽ ലോബിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല അറകളിൽ നിന്നും സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരു കാര്യം പഠിച്ചു, ഇനി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പോവുകയാണ്. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് തലേദിവസം നമ്മൾ നല്ലോണം ഉറങ്ങി, അധികം മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ നല്ലോണം ഉറങ്ങി, രാവിലെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വലിച്ചുവാരി ഫുഡൊന്നും കഴിക്കാതെ മാന്യമായി കുറച്ച് മാത്രം ഫുഡ് കഴിച്ച് ഒരു സ്ട്രെസ്ഫുൾ ഇല്ലാതെ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ പരീക്ഷാ ഹാളിൽ പോയി നമ്മുടെ മനസ്സിൽ സ്ട്രെസ് എന്നൊരു സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യാതിരിക്കും എന്ത് ചെയ്യുന്നു, വീണ്ടും ഹാപ്പി ഹോർമോണുകൾ റിലീസ് ചെയ്യുകയും ഈ പെർമനന്റ് ആയിട്ട് മെമ്മറി സ്റ്റോർ ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ഈ ന്യൂറോണുകൾ എങ്ങനെയാണോ ന്യൂറോണുകളിൽ മുകളിലോട്ട് പോയത് അതേ ന്യൂറോണുകൾ വഴി എന്ത് ചെയ്യുന്നു, തിരിച്ചു വന്ന് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു, ഓർമ്മശക്തിയായി വരുന്നത്. ഇതാണ് റിട്ടൻഷൻ ഓഫ് നോളജ്. അപ്പോൾ എന്താണ് ഇതിന് തടസ്സമായി നിന്ന കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ 2 കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി, ഒന്ന് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി. എന്താണ് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി വെച്ചാൽ 2 ന്യൂറോണുകൾക്ക് ഇടയിലുള്ള ഗ്യാപ്പാണ് സിനാപ്സ്. അപ്പം ഈ സിനാപ്സിന്റെ സ്ട്രെങ്ത്, ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് വിവരങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വേണം, മറ്റൊരു ന്യൂറോൺ അതിനെ സ്വീകരിക്കാൻ വേണ്ടി അതിന് റിസപ്റ്റർ വേണം. ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത് കൂടുന്നതാണ് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക. ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി വെച്ചാൽ എന്താ പറയുക, ഒരു ന്യൂറോണുകൾ ന്യൂറോജെനിസിസ്, കൂടുതൽ ന്യൂറോണുകൾ ജനറേറ്റ് ചെയ്യുക, ന്യൂറോണുകളുടെ ഡെൻഡ്രൈറ്റുകളുടെ ബ്രാഞ്ച് ഭയങ്കരമായിട്ട് കൂടുക, നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ അവയവങ്ങളും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക,
വളരെ ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ന്യൂറോണുകളെയും മറ്റു ബ്രെയിൻ പാർട്ടുകളെയും ആക്റ്റീവാക്കി മാറ്റുക. ഇതാണ് എന്ത് ചെയ്യുക, ന്യൂറൽ പ്ലാസ്റ്റിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കൊച്ചുകുട്ടി ഒരു ബാസ്ക്കറ്റ് ബോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ആദ്യമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തില്ല, ഒരു ബോൾ പോലും ഇപ്പോൾ ബാസ്ക്കറ്റ് റിങ്ങിൽ വീഴില്ല. പക്ഷെ ആ കുട്ടി സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ട ഈ എന്താ പറയുക, മോട്ടോർ കോർട്ടക്സും അതേപോലെ തന്നെ നമ്മളെ ഈ മസിൽ മൂവ്മെന്റുമായി കൺട്രോൾ ചെയ്യപ്പെടുന്ന നമ്മുടെ സെർബെല്ലും അതുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളൊക്കെ ഇങ്ങനെ ആക്റ്റീവായി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്ക് ആ മൂവ്മെന്റ് എന്താകുന്നു, വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം കൊച്ചു കുട്ടികൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയുടെ സ്ട്രക്ചറലി ഫങ്ഷണലി കൂടുതൽ ന്യൂറോണുകൾ ജനറേറ്റ് ചെയ്യുകയും ഈ ന്യൂറോണുകൾ തമ്മിലുള്ള ട്രാൻസ്മിഷന്റെ വേഗത കൂടുകയും ആ ഫയറിംഗ് റേറ്റ് കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നു, സംഭവിക്കപ്പെടുന്നു. അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ മെമ്മറിയൊക്കെ സ്റ്റോർ ചെയ്യാനും പെട്ടെന്ന് പഠിക്കുവാനുള്ള കപ്പാസിറ്റി കിട്ടുന്നു. അപ്പോൾ ഈ സിനാപ്റ്റിക് പ്ലാസ്റ്റിറ്റി, ന്യൂറൽ പ്ലാസ്റ്റിറ്റി സംഭവിക്കണമെങ്കിൽ കൊച്ചു കുട്ടികൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യണം. ആ ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ അവരെ കെട്ടിപ്പിടിച്ച് നല്ല അഭിനന്ദിക്കുകയും അത് വീണ്ടും ചെയ്യാൻ നമ്മളവരെ പ്രചോദിപ്പിക്കുക. അങ്ങനെ കൂടുതൽ ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇത് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് BDNF എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂൾസ്. ഇത് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ, സിനാപ്സിന്റെ സ്ട്രെങ്ത്, ന്യൂറോണുകളുടെ സൈഡ് വാൾ, മൈലിൻ ഷീറ്റിന്റെ തിക്നെസ്, ന്യൂറോണിനകത്തുള്ള വേഗത, ഈ പറഞ്ഞ കൂടുതൽ ബ്രെയിനകത്തുള്ള ഹിപ്പോ ക്യാമ്പസിന്റെ ഏരിയ കൂടുക, ന്യൂറോണുകളുടെ എണ്ണം കൂടുക, എല്ലാം സംഭവിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ BDNF എന്ന് പറഞ്ഞ പ്രോട്ടീൻ മോളിക്യൂൾസ്. അപ്പം ഇത്രയും കമ്പോണൻസ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ മെമ്മറി പവർ എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് കൂടുക. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോൺ കൂടുതലാണെങ്കിൽ, ഫ്രീ റാഡിക്കൽസ് കൂടുതലാണെങ്കിൽ, പ്രോ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് കൂടുതലാണെങ്കിൽ ഈ BDNF എന്ന് പറയുന്ന പ്രോട്ടീൻ മോളിക്യൂളെ നശിപ്പിക്കുന്നു. ന്യൂറോണുകളുടെ സിനാപ്സിനകത്ത് എന്ത് ചെയ്യുന്നു, ഡാമേജ് ഉണ്ടാക്കുന്നു. ന്യൂറോണുകളെ എന്താ പറയുക, നെക്രോസിസ്, ന്യൂറോണുകൾ ഡെത്ത്, ന്യൂറോണുകളെ നശിപ്പിക്കുന്നു. നമ്മൾ ഈ മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടുന്ന ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഏരിയ ചെറുതാക്കുന്നു. തലച്ചോറിനകത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുന്നു. ഓക്സിജൻ മോളിക്യൂൾസിന്റെ എണ്ണം കുറയ്ക്കുന്നു. ഗ്ലൂക്കോസ് മോളിക്യൂൾസിന്റെ എണ്ണം കുറയ്ക്കുന്നു. നമ്മുടെ തലച്ചോറിനകത്ത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഓക്സിജനും ഗ്ലൂക്കോസും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്രെയിൻ എന്ത് ചെയ്യുള്ളൂ, ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്ട്രെസ് കൂടുന്ന സമയത്ത് ഈ കോർട്ടിസോൾ ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നതും ഈ പറഞ്ഞ മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനകത്തുള്ള സെല്ലുകളെ മൊത്തം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പം ഹാപ്പി ഹോർമോൺ ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്യുകയും നമ്മൾ എത്രമാത്രം പഠിച്ചാലും നമുക്ക് എന്തില്ല, ഓർമ്മ വരത്തില്ല. അതേപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നമ്മൾ വീണ്ടും സ്ട്രെസ് സിറ്റുവേഷനിലേക്ക് പോകുമ്പം പകല് പഠിച്ച കാര്യങ്ങൾ ഷോർട്ട് ടൈം മെമ്മറി ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്നും മാഞ്ഞു പോവുകയും അത് പെർമനന്റ് മെമ്മറിയിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുന്നു. അപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ, നമുക്ക് ഈ ഹാപ്പി ഹോർമോണുകൾ നമുക്ക് വളരെ ഹാപ്പി മൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ആഹാരമൊക്കെ കൺട്രോൾ ചെയ്യുമ്പോഴും നമുക്ക് സ്ട്രെസ്സില്ലാത്ത സമയത്ത് ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ സമയത്ത് നമ്മുടെ മെമ്മറി പവറും ഷാർപ്പായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി ആഹാരമൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെമ്മറി പവർ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടിപ്പോകാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരു നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. പണ്ട് നോർവേയിലെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. 5 വയസ്സായപ്പോൾ തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ ഓൾമോസ്റ്റ് ഈ കുട്ടി പറയുമായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ വളരെ എന്താ പറയുക, വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു പാരന്റ് ആയിരുന്നു. അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ ആ കുട്ടിയെ നേരെ കൊണ്ട് ഒരു ഗെയിം പഠിപ്പിക്കാതെ പല ആക്ടിവിറ്റികൾ പഠിപ്പിച്ചു. ഒരു ദിവസം ഫുട്ബോൾ, ഒരു ദിവസം ബാസ്കറ്റ് ബോൾ, ഒരു ദിവസം പസിൽസ് ഗെയിം, ഒരു ദിവസം ഇന്റലിജൻസ് സോൾവിംഗ് ആയിട്ടുള്ള മറ്റൊരു ഗെയിം, അങ്ങനെ ഡിഫറെന്റ് ആക്ടിവിറ്റികൾ ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പം ആ കുട്ടിയുടെ ബ്രെയിനകത്തുള്ള സെർബെല്ലം, മോട്ടോർ കോർട്ടക്സ് ഏരിയ, ഈ പറഞ്ഞ ഹിപ്പോ ക്യാമ്പസ്, പല ഏരിയയിലെ ന്യൂറോണുകൾ ഇങ്ങനെ ആക്ടിവേറ്റ് ആയി ഭയങ്കരമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിച്ചു. നമ്മുടെ കുട്ടികൾക്കും ചെയ്യേണ്ട കാര്യം അങ്ങനെയാണ്. ഒരു സിംഗിൾ ആക്ടിവിറ്റിയിൽ പോവാതെ വ്യത്യസ്തമായ ആക്ടിവിറ്റികളെ കുട്ടികൾ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഈ കുട്ടിയും, നോർവേയിലെ ഈ കുട്ടിയും ഇതേപോലെ ചെയ്യിപ്പിച്ചു. അവസാനം കുട്ടിയുടെ ആ ഇന്റലിജന്റ് കപ്പാസിറ്റി മനസ്സിലാക്കി എന്ത് ചെയ്തു, ആ കൊച്ചുകുട്ടിയെ ഒരു ചെസ് എന്ന് പറയുന്ന ഒരു ഈവന്റിലേക്ക് മാറ്റി. അപ്പൊ ആ പേരന്റ് അന്ന് ചെയ്ത ആ ഒരു ഡിഫറെന്റ് ആക്ടിവിറ്റികളിൽ കൂടെ കുട്ടിയെ ഡെവലപ്പ് ചെയ്തിട്ട് ചെസ്സിലേക്ക് മാറ്റിയപ്പോൾ ആ കുട്ടി നല്ല രീതിയിൽ എന്ത് ചെയ്യും, ചെസ് കളിക്കാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാഗ്നസ് കാൾസൺ 18-ാം വയസ്സിൽ ലോക ഒന്നാം നമ്പർ താരമായിട്ടുള്ള 5 ലോക കിരീടം നേടിയിട്ടുള്ള, ലോകത്തെ ഫിഡയുടെ ഏറ്റവും ഉയർന്ന പോയിന്റ് ആയിട്ടുള്ള 2882 അത് നേടിയ ലോകത്തെ ഒരേ ഒരു വ്യക്തി. അങ്ങനെ ഒത്തിരി വിശേഷിപ്പിക്കാവുന്ന ഒരു ഇതിഹാസ താരമാണെന്നാണ് ഈ പറഞ്ഞ മാഗ്നസ് കാൾസൺ. അപ്പം നമ്മുടെ കുട്ടികളെയും നല്ല ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടികളായി മാറ്റണമെങ്കിൽ സ്ട്രെസ്സൊക്കെ മാറ്റി ഹാപ്പിയാക്കി ആഹാരമൊക്കെ കൺട്രോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വളർത്തുക. ഓക്കെ, താങ്ക് യു.